നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പെഡഗോജി, ഫോണോളജി, ഗ്രാമർ ഇതിനെ ആസ്പദമാക്കിയുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following is a key difference between language acquisition and language learning? ചോദ്യം ഇതാണ്: ഭാഷാ ആർജനവും ഭാഷാ പഠനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ എ, acquisition requires purposeful effort, learning does not. Option B, acquisition is not a conscious process, learning requires purposeful effort. Option C, acquisition uses mechanical drills, learning relies on natural exposure. Option D, acquisition is artificial, learning is natural. So right answer is option D. The acquisition of a language is not a conscious process, whereas learning a language requires a purposeful and conscious effort by the learner. ഭാഷ സ്വാഭാവികമായി ആർജിക്കുന്നത് ഒരു അബോധപൂർവമായ പ്രക്രിയയാണ്, എന്നാൽ ഭാഷ പഠിക്കുന്നതിന് ബോധപൂർവമായ ശ്രമം ആവശ്യമാണ്. Question number 2. When a teacher says, all of you sit down, which function of language is primarily being used? ഒരു അധ്യാപകൻ എല്ലാവരും ഇരിക്കുക എന്ന് പറയുമ്പോൾ ഏത് ഭാഷാധർമ്മമാണ് പ്രയോഗിക്കുന്നത്? The options are: Option A, emphatic function. Option B, aesthetic function. Option C, directive function. Option D, expressive function. Right answer is Option C, directive function. ഇത് ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആകാൻ കാരണം കേൾക്കുന്നവരിൽ നിന്ന് ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രവൃത്തി ഈ ഒരു കമാൻഡിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. Question number 3. In Braj-Kachru's model of concentric circles, which circle represents countries where English is considered a second language? ചോദ്യം ഇതാണ്: ബ്രാജ്-കച്രുവിന്റെ സിദ്ധാന്തപ്രകാരം ഇംഗ്ലീഷ് രണ്ടാമത്തെ ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ആയി കണക്കാക്കുന്നത് ഏത് സർക്കിളിലാണ്? ഓപ്ഷൻ എ, ഇന്നർ സർക്കിൾ. ഓപ്ഷൻ ബി, എക്സ്പാൻഡിംഗ് സർക്കിൾ. ഓപ്ഷൻ സി, ഔട്ടർ സർക്കിൾ. ഓപ്ഷൻ ഡി, global circle. So the right answer is option C, outer circle. Question number 4. During which stage of a listening lesson should a teacher introduce specific vocabulary to ensure the challenge remains on listening? ലിസണിംഗ് ക്ലാസ്സിൽ കുട്ടികൾക്ക് പുതിയ വാക്കുകൾ എപ്പോഴാണ് പരിചയപ്പെടുത്തേണ്ടത്? ഓപ്ഷൻ എ, പ്രീ ലിസണിംഗ്. ഓപ്ഷൻ ബി, വൈൽ ലിസണിംഗ്. ഓപ്ഷൻ സി, പോസ്റ്റ് ലിസണിംഗ്. Option D, evaluating. The right answer is Option A, pre-listening. കേൾക്കുന്നതിന് മുൻപായി വാക്കുകൾ പരിചയപ്പെടുത്തുന്നത് ശ്രവണത്തിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടികളെ സഹായിക്കും. Question number 5. Training your eyes over a reading text quickly to get an overall idea and the intention of the writer is called. ഒരു പാഠഭാഗത്തിന്റെ പൊതുവായ ആശയവും എഴുത്തുകാരന്റെ ഉദ്ദേശവും മനസ്സിലാക്കാൻ വേഗത്തിൽ വായിച്ചു പോകുന്നതിനെ എന്ത് വിളിക്കുന്നു? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ, സ്കാനിങ്. ഓപ്ഷൻ ബി, ഇന്റൻസീവ് റീഡിംഗ്. ഓപ്ഷൻ സി, സ്കിമ്മിങ്. ഓപ്ഷൻ ഡി, എക്സ്റ്റെൻസീവ് റീഡിംഗ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്കിമ്മിങ്. ഇതിനെ സ്കിമ്മിങ് എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. When you let your eyes wander over a text to find a particular piece of information, such as a date or a name, you are engaging in. ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു തീയതിയോ പേരോ പോലുള്ള പ്രത്യേക വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രം വായിക്കുന്നതിന് എന്ത് പറയുന്നു? ഓപ്ഷൻസ്: എ, സ്കിമ്മിങ്. ഓപ്ഷൻ ബി, സ്കാനിങ്. ഓപ്ഷൻ സി, ക്രിട്ടിക്കൽ റീഡിംഗ്. ഓപ്ഷൻ ഡി, ഇൻഫറൻഷ്യൽ റീഡിംഗ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സ്കാനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 7. Reading longer texts such as articles or novels for one's own pleasure and global understanding is termed dash. ചോദ്യം ഇതാണ്: സ്വന്തം സന്തോഷത്തിനും പൊതുവായ ധാരണയ്ക്കുമായി നോവലുകളും മറ്റും വായിക്കുന്നതിന് എന്താണ് പറയുക? ഓപ്ഷൻ എ, ഇന്റൻസീവ് റീഡിംഗ്. ഓപ്ഷൻ ബി, എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഓപ്ഷൻ സി, അനലിറ്റിക്കൽ റീഡിംഗ്. ഓപ്ഷൻ ഡി, സൈലന്റ് റീഡിംഗ്. ശരി ഉത്തരം
എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഇതിനെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 8. Words that share a similar meaning and can be used interchangeably in some context, such as buy and purchase, are called dash. ചോദ്യം ഇതാണ്: ഒരേ അർത്ഥം വരുന്നതും പരസ്പരം മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ പദങ്ങളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ഹോമോഫോൺസ്, ഓപ്ഷൻ ബി ഹോമോണിംസ്, ഓപ്ഷൻ സി സിനോണിംസ്, ഓപ്ഷൻ ഡി ഹോമോഗ്രാഫ്സ്. ഓപ്ഷൻ സി സിനോണിംസ് ആണ് ശരിയുത്തരം, അല്ലെങ്കിൽ പര്യായ പദങ്ങൾ എന്ന് പറയുന്നു. ഓപ്ഷൻ സി സിനോണിംസ് അല്ലെങ്കിൽ പര്യായ പദങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. Distinct words that have the same form (pronounced and spelled the same but different meanings, such as the bank of a river and a bank for money, are known as dash. ഒരേ ഉച്ചാരണവും അക്ഷരവിന്യാസവും എന്നാൽ തികച്ചും വ്യത്യസ്ത അർത്ഥങ്ങളുമുള്ള വാക്കുകളെ എന്തു പറയുന്നു? ഓപ്ഷൻ എ ഹോമോണിംസ്, ഓപ്ഷൻ ബി ഹോമോഫോൺസ്, ഓപ്ഷൻ സി ഹോമോഗ്രാഫ്സ്, ഓപ്ഷൻ ഡി സിനോണിംസ്. ശരി ഉത്തരം ഓപ്ഷൻ എ ഹോമോണിംസ്. ഇവ ഹോമോണിംസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. Lexical items that are spelled the same but pronounced differently, such as raw (propel a boat) and raw (quarrel), are called dash. ഒരേ സ്പെല്ലിംഗ് ഉള്ളതും എന്നാൽ വ്യത്യസ്ത ഉച്ചാരണവും അർത്ഥവുമുള്ള വാക്കുകളെ എന്തു പറയുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഹോമോണിംസ്, ഓപ്ഷൻ ബി ഹോമോഫോൺസ്, ഓപ്ഷൻ സി ഹോമോഗ്രാഫ്, ഓപ്ഷൻ ഡി ആന്റോണിംസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ഹോമോഗ്രാഫ്. ഈ വാക്കുകളെ ഹോമോഗ്രാഫ്സ് എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. According to the IPA for English, the 26 letters of the alphabet represent how many distinct sounds in received pronunciation? ചോദ്യം ഇതാണ്: ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ എത്ര ശബ്ദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 20. The right answer is ഓപ്ഷൻ ബി 44. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ 44 ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ 44 ശബ്ദങ്ങളായിട്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. A sound formed by the combination of two vowels in a single syllable moving from one vowel towards another is called a dash. ചോദ്യം ഇതാണ്: ഒരു സിലബിളിൽ രണ്ട് സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്നതും ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതുമായ ശബ്ദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ മോണോഫ്തോങ്, ഓപ്ഷൻ ബി കൺസണന്റ്, ഓപ്ഷൻ സി ഡിഫ്തോങ്, ഓപ്ഷൻ ഡി മിനിമൽ പെയർ. The right answer is ഓപ്ഷൻ സി ഡിഫ്തോങ്. ഇതിനെ ഡിഫ്തോങ് എന്നാണ് വിളിക്കുന്നത്. A diphthong, also known as a vowel glide. Question number 13. Two words that differ from each other in only one sound, such as pit and seat, are referred to as a dash. ഒരു ശബ്ദത്തിൽ മാത്രം വ്യത്യാസമുള്ള രണ്ട് വാക്കുകളെ, ഉദാഹരണത്തിന് പിറ്റ്, സീറ്റ്, ഇവയെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ഹോമോഫോൺ, ഓപ്ഷൻ ബി മിനിമൽ പെയർ, ഓപ്ഷൻ സി സിലബിൾ, ഓപ്ഷൻ ഡി ഫോണീം. ശരി ഉത്തരം ഓപ്ഷൻ ബി മിനിമൽ പെയർ. ഇവയെ മിനിമൽ പെയർ എന്നാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. In connected speech, there is a general tendency to place sentence stress on which type of words? ക്വസ്റ്റ്യൻ ഇതാണ്: സംസാരത്തിൽ വാക്യങ്ങളിലെ ഏതുതരം വാക്കുകൾക്കാണ് സാധാരണ സ്ട്രെസ് അല്ലെങ്കിൽ ഊന്നൽ കൂടുതൽ നൽകുന്നത്? ഓപ്ഷൻ എ ഫങ്ഷൻ വേർഡ്സ്, ഓപ്ഷൻ ബി പ്രപ്പോസിഷൻസ്, ഓപ്ഷൻ സി കണ്ടന്റ് വേർഡ്സ്, ഓപ്ഷൻ ഡി ഓക്സിലറി വെർബ്സ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ്ടന്റ് വേർഡ്സ്. പ്രധാന ആശയങ്ങൾ നൽകുന്ന കണ്ടന്റ് വേർഡ്സ് എന്നിവയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഇഫ് എ സ്റ്റുഡൻറ് റൈറ്റ്സ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ, ദ ഇൻസേർഷൻ ഓഫ് ദ എക്സസ് ആർട്ടിക്കിൾ എ ക്ലാസിഫൈസ് ആസ് വാട്ട് ടൈപ്പ് ഓഫ് എറർ? ഇത് ചോദ്യം ഇതാണ്: ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ എന്ന വാക്യത്തിൽ അധികമായി എ എന്ന ആർട്ടിക്കിൾ വന്നത് ഏതു തരം തെറ്റാണ്? ഓപ്ഷൻ എ മോർഫോളജിക്കൽ എറർ,
Option B, syntactic error. Option C, phonological error. Option D, thematic error. The right answer is option B, syntactic error. ഈ വാക്യഘടനയിൽ എ എന്ന ആർട്ടിക്കിൾ അഡീഷണലായി വന്നു കഴിഞ്ഞാൽ അതൊരു സിന്റാക്റ്റിക് എറർ ആണ്. If a learner writes, "The girls is dancing," they have committed a morphological error that violates dash. ചോദ്യം ഇതാണ്, "The girls is dancing" എന്നതിലെ തെറ്റ് എന്താണ്? ഓപ്ഷൻ എ, ജെൻഡർ അഗ്രിമെന്റ്. ഓപ്ഷൻ ബി, ടെൻസ് ഫോം. ഓപ്ഷൻ സി, ആസ്പെക്ട്. ഓപ്ഷൻ ഡി, നമ്പർ അഗ്രിമെന്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബഹുവചനത്തോടൊപ്പം ആറാണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ ഇതൊരു നമ്പർ എഗ്രിമെന്റ് തെറ്റാണ്. സോ ഈസ് എന്നതല്ല യൂസ് ചെയ്യേണ്ടത്, ആർ എന്നതാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഗേൾസ് എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. എ സ്റ്റുഡന്റ് റൈറ്റ്സ് ലേസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ലേസിനെസ്. ദിസ് എറർ ഈസ് ക്ലാസിഫൈഡ് ആസ് എ മോർഫോളജിക്കൽ എറർ ഇൻവോൾവിംഗ് ഡാഷ്. ചോദ്യം ഇതാണ്, ലേസിനെസിന് പകരം ലേസിറ്റി എന്ന് എഴുതുന്നത് എന്ത് തരം തെറ്റാണ്? ഓപ്ഷൻ എ, റോങ് അഫിക്സസ്. ബി, റോങ് ടെൻസ് ഫോം. സി, വയലേഷൻ ഓഫ് പേഴ്സൺ അഗ്രിമെന്റ്. ഡി, ആസ്പെക്ച്വൽ എറർ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രത്യയങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നതിനെ റോങ് അഫിക്സസ് എന്ന് വിളിക്കുന്നു. ഇവിടെ പ്രത്യയങ്ങൾ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലേസിനെസിന് പകരം ലേസിറ്റി എന്നാണ് എഴുതിയത്. അപ്പോൾ അത് തെറ്റാണ്, അതൊരു റോങ് അഫിക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇത് ആർട്ടിക്കിൾസിനെ സംബന്ധിക്കുന്നതാണ്. I bought dash book yesterday. In bracket, the hearer has no idea which book. Option A, option B, an, option C, the, option D, some. The right answer is option A. കേൾക്കുന്നയാൾക്ക് കൃത്യമായി അറിയാത്ത ഒരു സാധാരണ പുസ്തകത്തെ സൂചിപ്പിക്കാൻ ഇവിടെ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. എ എന്നതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. കാരണം കൃത്യമായിട്ട് അതിനെപ്പറ്റി നമുക്കറിയില്ല, പേരോ കാര്യങ്ങളോ അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ബുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 19. യു ലുക്ക് ലൈക്ക് ഡാഷ് ഏഞ്ചൽ ഇൻ ദിസ് പ്രിറ്റി ഡ്രസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ആൻ, ഓപ്ഷൻ സി, ദ, ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻ. ഏഞ്ചൽ എന്ന വാക്ക് ഒരു സ്വരശബ്ദത്തിൽ വൊവൽ സൗണ്ടിൽ തുടങ്ങുന്നതുകൊണ്ട് അതിനു മുൻപ് ആൻ ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 20. ദ ഷോപ്പ് ക്ലോസസ് ഡാഷ് 7 PM tonight. ഓപ്ഷൻ എ, ഓൺ. ഓപ്ഷൻ ബി, ഇൻ. ഓപ്ഷൻ സി, അറ്റ്. ഓപ്ഷൻ ഡി, ടു. അറ്റ് ആണ് കറക്റ്റ് ഉത്തരം. കൃത്യമായ സമയം സൂചിപ്പിക്കാൻ ഇംഗ്ലീഷിൽ അറ്റ് എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. That is the correct simple preposition used to indicate a specific time. ഒരു സ്പെസിഫിക് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും അറ്റ് എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡാഷ് സ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് ഹി അറ്റൻഡഡ് ദ ക്ലാസ്. ഓപ്ഷൻ എ, ഓൺ. ഓപ്ഷൻ ബി, ഫോർ. ഓപ്ഷൻ സി, ഇൻ. ഓപ്ഷൻ ഡി, അറ്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻ. എന്നിട്ടും അർത്ഥം വരുന്ന ഇൻ സ്പൈറ്റ് ഓഫ് എന്നത് ഒരുമിച്ച് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതിനാൽ ഇൻ ആണ് ശരിയായ ഉത്തരം. ഇൻ സ്പൈറ്റ് ഓഫ് is a phrasal preposition used to describe the relationship showing contrast. Question number 22. I dash wearing glasses at the age of 10. Option A, start. Option B, started. Option C, starts. Option D, starting. The right answer is option B, started. 10ാം വയസ്സിൽ നടന്ന ഒരു കഴിഞ്ഞകാല സംഭവമായതിനാൽ ഇവിടെ ഭൂതകാലം പാസ്റ്റ് ടെൻസ് ആയ സ്റ്റാർട്ടഡ് ഉപയോഗിക്കുന്നു. The simple past tense started is used as the main verb to indicate an action that happened and was completed in the past. Question number 23. She dash enjoying the beauty of nature. Option A is. Option B are. Option C am. Option D
വെയർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഈസ്. ഷീ എന്ന ഏകവചനത്തോടൊപ്പം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും ഈസ് ആണ് യൂസ് ചെയ്യുക. ദ ഓക്സിലറി വെർബ് ഈസ് പെയേഴ്സ് വിത്ത് ദ പ്രസന്റ് പാർട്ടിസിപ്പിൾ enjoying to form the present continuous tense for a singular third person subject. ഇവിടെ ഷീ എന്നത് തേർഡ് പേഴ്സൺ സബ്ജക്റ്റ് ആണ്. അപ്പം ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 24. ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി റൈസിംഗ്, ഓപ്ഷൻ സി റൈസസ്, ഓപ്ഷൻ ഡി റോസ്. The right answer is option C, rises. സൂര്യൻ ഉദിക്കുന്നത് ഒരു പ്രപഞ്ച സത്യമായതിനാൽ, അതായത് യൂണിവേഴ്സൽ ട്രൂത്ത് ആയതിനാൽ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ റൈസസ് എന്ന് പറയണം. സിമ്പിൾ പ്രസന്റ് ടെൻസ് റൈസസ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ ഹാബിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഡാഷ് യു മെറ്റ് ഹർ. ഓപ്ഷൻ എ ഡു, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി has, ഓപ്ഷൻ ഡി did. The right answer is ഓപ്ഷൻ ബി have. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ചോദ്യരൂപമാണിത്. യു എന്നതിനൊപ്പം ഹാവ് ഉപയോഗിക്കുന്നു. The auxiliary verb have is placed before the subject with a past participle verb met to form an interrogative sentence in the present perfect tense. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിന്റെ കൂടെ ഹാവിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതൊരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് മാറുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 26. വാ വാട്ട് എ വണ്ടർഫുൾ ഡ്രസ് ഇറ്റ് ഡാഷ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി ഹാസ്. The right answer is option A, is. The verb is completes the exclamatory sentence structure, merging the singular subject dress in the present tense. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. മാത്രമല്ല ഡ്രസ് എന്നത് ഏകവചനമായതിനാലും അത് അവിടെ ഉള്ളത് കൊണ്ടും ഈസ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഈസ്. ക്വസ്റ്റ്യൻ നമ്പർ 27. വി ഡാഷ് ഗോയിങ് ടു ദ ഫുട്ബോൾ മാച്ച്. ഓപ്ഷൻ എ is, option B are, option C are, option D was. The right answer is option C are. The auxiliary verb are is required to agree with the first person plural pronoun we informing a continuous tense. ഇവിടെ വി അല്ലെങ്കിൽ ഞങ്ങൾ എന്നത് ബഹുവചനമായതുകൊണ്ട് അതിനൊപ്പം എപ്പോഴും ആർ വരും. സോ ഇവിടെ ഓക്സിലറി വെർബ് ആർ ആണ് കറക്റ്റ് ആൻസർ. കാരണം വി എന്നത് ബഹുവചനമാണ്, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ടെൻസും കൂടി ആയതുകൊണ്ട് ആർ ആണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇറ്റ് ഡാഷ് ബീൻ റെയിനിങ് ഓൾ ഡേ ടുഡേ. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാഡ്. The right answer is option C, has. Has combines with being, raining to create the present perfect continuous tense, showing an action that started in the past and is still ongoing. മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടരുന്നത് കൊണ്ട് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് എന്നതിനൊപ്പം ഹാസ് ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇത് പാസ്റ്റിൽ തുടങ്ങിയ ആക്ഷൻ ആണ്, ഇപ്പോഴും അത് ഓൺഗോയിങ് ആണ്. അതുകൊണ്ട് അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 29. എ ലെറ്റർ ഈസ് ഡാഷ് ബൈ ജെയിംസ്. ഓപ്ഷൻ എ റൈറ്റ്, ഓപ്ഷൻ ബി റോട്ട്, ഓപ്ഷൻ സി റൈറ്റിംഗ്, ഓപ്ഷൻ ഡി റിട്ടൺ. The right answer is option B. In the passive voice, the verb must be changed into its past participle form and paired with an auxiliary verb. ഇവിടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റിട്ടൺ ആണ്. മാത്രമല്ല
ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്ന ഓക്സിലറി വെർബ് ഈസ് ആണ്. പാസീവ് വോയിസിൽ എപ്പോഴും ക്രിയയുടെ മൂന്നാമത്തെ രൂപം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ റിട്ടൺ ആണ് ശരി. He said, Kevin is training for the marathon. He said, dash Kevin was training for the marathon. Option A, if. Option B, that. Option C, to. Option D, whether. The right answer is option B, that. When converting a declarative statement from direct speech to indirect speech, that is placed between the reporting speech and the reported speech. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വാക്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ ദാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ വീഡിയോയിൽ പെഡഗോജി, ഫോണോളജി, ഗ്രാമർ ഇത്രയുമായി ബന്ധപ്പെട്ട MCQs ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.